ഈ ബീഫിന്റെ കന്നുണ്ടാന്ന് ചോദിക്കും തൃശ്ശൂരുകാർ. അതായത് ഈ ഒരു 1/2 കിലോ ബീഫിൽ 2.5 കിലോ കായിട്ട് വയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ അത്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ 2.5 കിലോ ബീഫിൽ 1/2 കിലോ കായിടുന്ന പരിപാടിയാണ്. തുടങ്ങിയാല പരിപാടി വിവാഹ ദിവസമാണ് കേട്ടോ. ബീഫും പൊറോട്ടയും, കായിട്ട് വെച്ച ബീഫും പൊറോട്ടയും. എന്ത് വകയാ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതുപോലെ ഒരു മഴയുള്ള ദിവസമാണ് ഞങ്ങളും വിവാഹിതരായത്. അതും 12 കൊല്ലം മുന്നേ കേട്ടോ. അന്നത്തെ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ വിവാഹ ദിവസം വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷിക്കാറുണ്ടല്ലോ. അതാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ആ മഴയുള്ള ദിവസത്തെ കുറച്ച് കാഴ്ചകളും ഞങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളുടെ കുട്ടി കുട്ടി ആഘോഷവും എന്താ ഇവിടെ തുടങ്ങാണ്. ബീഫും കായലും. നിങ്ങളുടെ നാട്ടിൽ ആഘോഷിക്കാറുണ്ടോ ബീഫും കായിട്ടുള്ള വിവാഹ ആഘോഷങ്ങൾ? എന്താ ഇവിടെ നടക്കാറുണ്ടെന്നേ. അപ്പോൾ നമ്മൾ ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിൽ കേൾക്കണം കേട്ടോ. ആ കേട്ട വിസിലാണ് ഇത്. പിന്നെ നമ്മൾ എണ്ണ എടുക്കുന്നു. അതിൽ കുഞ്ഞുള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള കുഞ്ഞുള്ളി ഈ വക സംഭവങ്ങളൊക്കെ നന്നായിട്ട് വഴട്ടുന്നു. നാടൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കായയുടെ 4 സൈഡിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് നമുക്ക് അരിഞ്ഞ് കളഞ്ഞ് ബാക്കിയുള്ളതൊക്കെ 4 കഷ്ണാക്കി എടുത്തതുപോലെ അരിഞ്ഞെടുക്കാം. കാശ്മീരി ചില്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ആ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടി കട്ടിയുള്ള ഈ ഒരു ഉരുളിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് ഇങ്ങനെ വറുത്തിരിക്കും. പിറ്റേ ദിവസത്തേക്കൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. വേവിച്ച് വെച്ച ഈ കായും ബീഫും അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഇളക്കുക. എന്നിട്ട് ഇതുപോലെ പൊറോട്ടയുടെ കൂടെ കഴിക്കുക. ഉണ്ണായിരിക്കുമ്പോൾ എല്ലാം വെട്ടാൻ പോണ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ആ ടൈപ്പാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. 1/2 മണിക്കൂർ മുമ്പൊക്കെ പറയും മോനെ ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്കിന്ന് കേക്ക് മുറിച്ച് വിവാഹ ദിവസമൊക്കെ ആഘോഷിക്കാന്ന്. ഞാൻ എവിടെ പോയിട്ടുണ്ടാക്കാനാണ് ഈ നൂൽ പൊറോട്ടയും സംഭവങ്ങളൊക്കെ മിനിറ്റിനകം. ഇപ്പോൾ ഒല്ലൂര് നമ്മുടെ പള്ളിയുടെ അവിടെ നിന്ന് ഈ നൂൽ പൊറോട്ട പാഴ്സലായിട്ട് വീട്ടിലെത്തും. ഇത് വെച്ചൊരു പിടി പിടിച്ചാലോ. ബീഫും പൊറോട്ടയും, കായിട്ട് വെച്ച ബീഫും പൊറോട്ടയും. എന്ത് വകയാ? നാട്ടിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഈ അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള ഒരു ദൃഢത. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ഈ കാണുന്ന ഞങ്ങളുടെ അയൽപ്പക്കക്കാരായിട്ടും കൂട്ടുകാരായിട്ടും ഒരു ടീമാണ്. അത് കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഇതുപോലെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ച് ഒത്തുകൂടുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഫുഡ് ഞങ്ങൾക്ക് പ്രധാനമല്ല എന്നല്ല, എങ്കിലും ഞങ്ങൾക്ക് വർത്താനം പറയാനുള്ള ഒരു കാരണം മാത്രമാണ് ഫുഡും ഈ ആഘോഷങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കേക്കൊക്കെ മുറിച്ച് കത്തി വെച്ച് ഞങ്ങൾ പിരിഞ്ഞു.